പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഈ സമരത്തിൻ്റെ പ്രധാന ആവശ്യം. എന്താണ് പ്രശ്നം? എന്തായിരുന്നു? നീറ്റ് പരീക്ഷ നടന്നു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ഈ ചോദ്യപേപ്പർ ചോർന്ന വിവരം ഈ ലോകത്തിനെ അറിയിച്ചത് ആരാണ്? പത്രക്കാരോ അല്ലെങ്കിൽ ആരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതൊന്നുമല്ല, ഗവൺമെന്റ് തന്നെ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്റെ പരാതിയും ആവർത്തിച്ചുള്ള ഫോളോ അപ്പും വേണ്ടി വന്നു അത് സമ്മതിക്കാൻ, അത് പുറത്തുവിടാൻ, അത് അതിലേക്ക് എത്താൻ. അല്ലാതെ NTA സ്വയം ഡിറ്റക്ട് ചെയ്തതല്ല. NTA തന്നെയാണ് അത് ഡിറ്റക്ട് ചെയ്തത്. NTA തന്നെയാണ് ഡിറ്റക്ട് ചെയ്തത്. അത് പുറത്തുവിട്ടു. അത് ഗവൺമെൻറ് അത് അഡ്മിറ്റ് ചെയ്തു. പരീക്ഷ ഒടുവിൽ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പരീക്ഷ വീണ്ടും എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി പരീക്ഷ വീണ്ടും നടത്തി. പരീക്ഷയുടെ റിസൾട്ട് വന്നു. 11 ലക്ഷത്തോളം കുട്ടികൾ അത് ക്ലിയർ ചെയ്തു. അവർക്ക് അവർ അലോട്ട്മെൻറ്റിനും അവരുടെ കൗൺസിലിങ്ങിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ഇനി അടുത്ത ഈ പരീക്ഷാ സിസ്റ്റം മാറ്റുക എന്നുള്ളത് ഒരു സുപ്രധാനമായ കാര്യമാണ്. അടുത്ത വർഷം മുതൽ പൂർണ്ണമായും പേപ്പർലെസ്സായി ഓൺലൈനായി കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു. കാര്യം പരീക്ഷാ പേപ്പർ ചോർന്നു എന്നത് ഗുരുതരമായ കാര്യമാണ്. അതിനി സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒരു പരീക്ഷാ പേപ്പർ ചോർച്ചയാണല്ലോ ഇത്. അപ്പം തീർച്ചയായിട്ടും അതിന് പരിഹാരവും കണ്ടിട്ടുണ്ട്. സിസ്റ്റത്തിലെ എറർ പരിഹരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതിനപ്പുറം അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വലിയ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ യുക്തിയില്ലെന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തല്ലോ, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇഷ്യൂ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. ആ ഇഷ്യൂ പരിഹരിച്ചു. ഇത് ചോർന്നത് ജാർഖണ്ഡിൽ പ്രധാനമായിട്ടും ചോർന്നത് ഇവർ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ജാർഖണ്ഡിൽ നിന്നാണ്. ആ ജാർഖണ്ഡിലെ ലോക്കൽ പോലീസിൻ്റെയും ലോക്കൽ അതോറിറ്റീസിൻ്റെയും സാന്നിധ്യത്തിൽ അവരുടെ ഫോൾട്ട് കൊണ്ട് നടന്ന ഒരു മോഷണമാണത്. ജാർഖണ്ഡിലാണ് ഇത് നടന്നത്, അവിടെയാണ് നടന്നത്. കാര്യം ഇനിയിപ്പോൾ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഉന്നത നേതൃത്വത്തിനില്ലേ, കേന്ദ്ര ഗവൺമെൻറ്റിനില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏറ്റെടുത്തു, അവരത് അഡ്മിറ്റ് ചെയ്തു, അത് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ന് വരെ പരീക്ഷാ പേപ്പറുകളൊന്നും ചോർന്നിട്ടില്ല എന്ന വിവരം ഇപ്പോൾ നമ്മൾ ഇന്ന് ലോകത്തെ തന്നു. അങ്ങനെയുള്ളൊരു വലിയ കാര്യം ഇപ്പോൾ സംഭവിച്ചു എന്നുള്ളതും ഈ സംഭവത്തോടു കൂടി ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമാണോ ശ്രീ ഷാബു പ്രസാദ്? ഈ പരീക്ഷയുടെ തട്ടിപ്പ് താങ്കൾ പറയുന്ന പോലെ അല്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ആദ്യം കണ്ടെത്തുകയല്ല ചെയ്തത്. ഇതിൻ്റെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ പ്രചരിച്ച പല സംഗതികളും മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് ചോർന്നു പോയെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നു. ചില അക്കാദമികളിലെ ട്രെയിനേഴ്സിന് മനസ്സിലാവുന്നു. അവരിത് റേസ് ചെയ്യുന്നു. കുട്ടികൾ പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു. പോലീസിൽ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നു. പോലീസിൽ ഇത് കംപ്ലൈൻ്റ് ആയി വരുന്ന ഘട്ടത്തിൽ പോലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ നിഷേധിക്കുകയാണുണ്ടായത്. അതിനുശേഷം പോലീസ് ചില നിർണായകമായിട്ടുള്ള ലീഡുകളിലേക്ക് പോകുന്നു. പോയ ഘട്ടത്തിൽ ടെസ്റ്റിംഗ് ഏജൻസി സമ്മതിക്കുന്നു, ശരിയാണ് ചോർന്നു പോയിട്ടുണ്ടെന്ന്. അതുവരെ ഓക്കെ. അത് കഴിഞ്ഞ ശേഷം ഈ പരീക്ഷ റദ്ദാക്കുന്നു. പരീക്ഷ റദ്ദാക്കുന്നതിൻ്റെ മാനസിക സമ്മർദ്ദത്തിൽ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുന്നു. വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുമോ? അങ്ങനെ രജിസ്റ്റർ ചെയ്തതിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ പരീക്ഷ എഴുതാൻ വന്നില്ല. രജിസ്റ്റർ ചെയ്തതിൽ നല്ല വിഭാഗം ആൾക്കാർ മുമ്പ് എഴുതിയതിനേക്കാൾ കുറവ് ആൾക്കാർ രണ്ടാമത് പരീക്ഷ എഴുതി. അവർക്ക് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല. രജിസ്റ്റർ ചെയ്തതിൽ 2.5-3 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതാൻ വന്നില്ല. കഴിഞ്ഞ തവണ 92% ഉണ്ടെങ്കിൽ ഇത്തവണ 80% മാത്രമേ ആളുകൾ പരീക്ഷ എഴുതിയുള്ളൂ. സോ ഒരു സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രശ്നമാണ്. അതേതിൽ ഉദ്യോഗസ്ഥനെ മാറ്റിയാലോ അതിലെ 1-2 താഴെത്തട്ട് ക്രിമിനലുകളെ പിടിച്ചാലോ തീരുന്ന പ്രശ്നമാണോ? ആരാണ് ആ സിസ്റ്റത്തിൻ്റെ ട്രസ്റ്റ് ഇല്ലാതാക്കിയെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ?